Hi everyone, welcome back to our YouTube channel. So എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം റജേന. ഇന്നലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്തത് നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന് കുറച്ച് ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിന് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. രാവിലെ അതെല്ലാം ചൂടാക്കി അതും പിന്നെ ഞാനൊരു പാക്കറ്റ് ബ്രെഡും കൂടെ മേടിച്ചു. അപ്പോൾ അതെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു. ഈ ഹോട്ടലിൻ്റെ ഒരു ഇൻഡോർ പൂളാണ് നിങ്ങളീ കാണുന്നത്. അതൊരു പക്ക ഒരു ബീച്ച് സെറ്റപ്പിൽ തന്നെ അവരത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പൂളിൽ ഇറങ്ങാൻ പോവാണ്. അല്ലു പൂളിൽ ഇറങ്ങുന്നില്ല. ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് വയ്യ. ഫുള്ളിങ്ങനെ സെറ്റപ്പ് അടിപൊളി. അപ്പോൾ അല്ലു ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ ജസ്റ്റ് പോയി പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി. നമ്മളെ വലിയ സ്ലൈഡൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും കയറാതെ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇതിലൊക്കെ ഒന്ന് കയറി ഒന്ന് ചാടി മറിഞ്ഞിട്ട് വരാമെന്ന്. അടിപൊളി വിരക്കമായിരുന്നു. അല്ലൊരു വയ്യാതായിപ്പോയി. അതായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു. വലിയൊരു സ്രാവ് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് കിടന്ന് ആസ്വദിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പ്. ഇങ്ങനെ കിടക്കാം, ഇവിടെ കിടന്നങ്ങ് കാണായിരുന്നു. ഞാൻ ഇവിടെ കിടക്കട്ടെ. ഞാനിവിടെ കിടന്ന് കുളി കാണുക. അയ്യോ തേങ്ങോ. എല്ലായിടത്തും എനിക്ക് തോന്നുന്നു മിക്ക പൂളുള്ള ഹോട്ടലിലും കാണും ഒരു ഹോട്ട് ടബ്. അതുപോലെ ഇവിടെ ഉണ്ട് ഒരെണ്ണം. അപ്പം അതിലും കൂടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് തിരിക്കുമല്ലേ നമ്മള്. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമ്മളങ്ങനെ സസ്കാച്ചുവാനും വിടുകയാണ്. ഇനി ഡയറക്റ്റ് നമ്മുടെ നാട്ടിലേക്ക്, ഓൾസിലേക്ക്. അങ്ങനെ അപ്പുറത്തെ റോഡിൽ കൂടെ പോകുന്നത്. സസ്കച്ചുവാനിൽ ഓടി 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 കാണാൻ കിട്ടിയ ഒരു സ്പോട്ടാണ് ഗൈസ് ഇത്. ഔട്ട്ലുക്ക് ബ്രിഡ്ജ്. സൈഡിൽ ഇങ്ങനെ വറ്റി വരണ്ട. എന്താ അത്? ലേക്കാണോ റിവറാണോ? എനിക്ക് തോന്നുന്നു റിവറാണെന്ന് തോന്നുന്നല്ലേ. അതോ ലേക്കാണോ? നമ്മളിപ്പോൾ ഓടി സസ്കാച്ചുവാനിലെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി. ഇനി ഇവിടുന്ന് ഒരു 5 hours ഉള്ളൂ നമ്മുടെ ഓൾസിലേക്ക്. എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ DQയിലൊന്ന് കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ, വണ്ടിക്കകത്തിരുന്ന് കുറയ്ക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്ത് നമുക്ക് കാണാം എന്തൊക്കെയാണ്. ഇതെന്തൊക്കെയാ പോയി വാങ്ങിട്ട് വന്ന. ആ ബർഗർ കഴിച്ചു തീർത്തു ഗൈസ്. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആക്രാന്തം കൊണ്ട് ഞാനിതങ്ങ് കഴിച്ചു. എനിക്ക് ബ്രൗണി ഫഡ്ജ്, പിന്നെ ഓണിയൻ റിങ്സ് ആൻഡ് ഗ്രേവി. ഇത് ഞങ്ങളുടെ എപ്പോഴത്തെയും ഫേവറേറ്റാണ് DQയിലുള്ള അവരുടെ ഓണിയൻ റിങ്സ്, പിന്നെ ബ്രൗണി ഫഡ്ജ് വേർത്താണ് ഭയങ്കര. അല്ലു അങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് ആൽബർട്ടയിൽ എത്തിച്ചു. രക്ഷയില്ല. സസ്കാച്ചുവാനിൽ നിന്ന് നമ്മൾ പകുതി വഴിയിൽ നിന്ന് പിന്നെ കംപ്ലീറ്റ്ലി അല്ലു ആണ് ഡ്രൈവ് ചെയ്ത് ബോർഡർ കടത്തി നമ്മൾ ആൽബർട്ടയിൽ കയറ്റി. വാവ്. ആൽബർട്ടയിൽ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈ പാടങ്ങൾ.
അതെ, വെൽക്കം ബാക്ക് ടു ആൽബർട്ട. നമ്മുടെ കാറും കൊണ്ട് ടൊറന്റോയിൽ നിന്ന് 2 പ്രൊവിൻസ് താണ്ടി നമ്മൾ തിരിച്ച് ആൽബർട്ട പ്രൊവിൻസ് ക്രോസ് ചെയ്തു. വാവ്. ഓൾസിൽ നമ്മുടെ വീട്ടിലേക്ക് ഇനി ജസ്റ്റ് 1 hour. നമ്മൾ ഡ്രംഹെല്ലറിൻ്റെ അടുത്തൂടെ ഉള്ള വഴി കൂടെയാണ് നമ്മൾ മാപ്പിൽ കണ്ടത്. ഇനി ആ സെയിം റൂട്ട് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. കൊള്ളാം. വൈകുന്നേരങ്ങൾ കിട്ടില്ല. ഒരു മറ്റേ ഡ്രംഹെല്ലറിലുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, കൂഡോസ്. അതെ, ആ സ്ഥലം പോലെ ഉണ്ട്. എക്സാക്ട്ലി. അതെ അതെ. ഓ, പക്ക ഒരു കാനിയൻ റൂട്ട് തന്നെ. അങ്ങനെ നമ്മള് അവസാനം ഫൈനലി ഓൾസിലെത്തി. ഓൾസിൽ കയറി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ കണക്ക് സസ്കാച്ചുവാൻ തൊട്ട് പിന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി അല്ലു തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ഫുൾ അല്ലു തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഓൾസിൽ എത്തിച്ചു. യെസ്, നമ്മുടെ ഓൾസ് ടൗൺ. അങ്ങനെ 4 നൈറ്റ്സിന് ശേഷം നമ്മൾ 4 അല്ല, ശരിക്കും 5 നൈറ്റ്സ്, സൺഡേ നൈറ്റും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ തിരിച്ചിവിടെ എത്തി. ഗൈസ്, അങ്ങനെ ഫൈനലി ഓൾസ് എത്തി. ഇനി ഇതാണ് ഞങ്ങൾ ജസ്റ്റ് കാർ വാഷിലോട്ടൊന്ന് വന്നു. കാർ വാഷ് കാരണം വണ്ടി നല്ല അഴുക്ക് ചെളിയൊക്കെ പിടിച്ചിരിക്കുക. നാളെ നമ്മൾ ഇത് ഒണ്ടാരിയോ എന്ന് എടുത്ത വണ്ടി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഔട്ട് ഓഫ് പ്രൊവിൻസ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യണം. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പേ, ഇൻസ്പെക്ഷന് കൊണ്ടുപോകുന്നതിന് മുമ്പേ വണ്ടി ഒന്ന് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു. കാരണം ചിലയിടത്ത് അവരിങ്ങനെ പറയുന്നുണ്ട് ഇൻസ്പെക്ഷന് കൊണ്ടുവരുമ്പോഴത്തേക്കും വണ്ടി ക്ലീൻ ആയിട്ട് കൊണ്ടുവരണം. ഇവിടെ എനിക്കറിഞ്ഞൂടെ ഇത് എവിടെയാണ് ശരിക്കും ആദ്യമേ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വണ്ടി ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു വന്ന വിലക്കത്തിന് തന്നെ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് കാർ വാഷ് കയറ്റി വണ്ടി ഒന്ന് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാൻ പോകാൻ.